ഞാനിന്നൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഇതേണ്ട ഒരു 1.5 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് 3 മണിക്കൂർ ഇത് നന്നായിട്ട് കുതിർന്ന് വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതേ അരി നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാം. നമ്മളിപ്പോൾ ഒരു പാത്രത്തിനകത്തോട്ട് അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത്, ചോറ് 3/4 കപ്പ്, 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, പഞ്ചസാര ചെറിയ ടീസ്പൂണാണ് 2 സ്പൂൺ, ഉപ്പ് നമ്മൾ രാവിലെയാണ് ചേർക്കുള്ളൂ. ഇപ്പോൾ ഉപ്പ് ചേർത്ത ഒരു പുളി വരും. ഈ റെസിപ്പി ഞാനൊരു 4 വർഷം മുമ്പ് യൂട്യൂബിൽ കണ്ടതാണ്. ആവശ്യത്തിന് വെള്ളം ഇതിൽ നികന്ന് നിൽക്കണം കേട്ടോ. നമ്മളിത് എന്തോരം ഉണ്ടോ അതിന് നികന്ന് വെള്ളം നിൽക്കണം. മിക്സ് ചെയ്യാം. എന്നിട്ട് വെള്ളം എന്തോരണം നമുക്ക് നോക്കാം. ഇതാണ് കറക്റ്റ് വെള്ളമേ, കണ്ടോ. ഇതാണ് വെള്ളം നികന്ന് നിൽക്കണം. വെള്ളം നമ്മൾ എന്തോരം അരി ഇടുന്നു അതിന് നികന്ന് വെള്ളം നിൽക്കണം. നമുക്ക് അടച്ചു വെക്കാം. രാവിലെയാണ് ഇത് അരയ്ക്കുന്നത്. 8 മണിക്കൂർ നമ്മളിത് വെക്കണം. ഇങ്ങനെ നമ്മുടെ ചോറ് വെക്കുന്ന ചൈനപ്പോട്ടില്ലേ, ഞാൻ അതിനകത്ത് ഇച്ചിരി ചൂടുവെള്ളം ഇറക്കി വയ്ക്കും. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ഈ ഇളക്കി വെച്ച അപ്പത്തിൻ്റെ കൂട്ട് അതിനകത്ത് ഇറക്കി വെക്കണം. വേണ്ട, ഇപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല പാകത്തിന് പൊന്തിരിക്കും. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇത് നല്ലൊരു ഐഡിയ ആണ്. പിന്നെ നമുക്ക് ചോറ് വെക്കാൻ മാത്രമല്ല പല ഇതിനും നമുക്കിത് ഉപകാരമുള്ളൊരു പാത്രമാണ്. ഇന്നലെ വൈകിട്ട് തേങ്ങ അരി ഈസ്റ്റുമെല്ലാം നമ്മൾ ഇട്ട് വെച്ചിരുന്നതാണ്. മിക്സ് ചെയ്ത് ഇനി നമുക്കിപ്പം ഒന്ന് അരച്ചെടുക്കാം. അരി ഇപ്പം നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇന്നലെ വൈകിട്ട് വെച്ച പാത്രമല്ലേ, അതിനകത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് 1 മണിക്കൂറിന് ഇറക്കി അടച്ചെടുക്കാം. നമ്മുടെ മാവോടെ പൊന്തി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ മുകളിലായി അരച്ച് വെച്ചിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പാലപ്പം ഉണ്ടാക്കാൻ പഠിക്കുക. ഞാൻ യൂട്യൂബിൽ പഠിച്ചതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം അതിനുശേഷം ഞാൻ ഇങ്ങനെ തന്നെയാണ് അപ്പം ഉണ്ടാകുന്നത്. നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.